ഹേയ് ദിസ് ഇസ് ദിവ്യ. കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ ഒരുങ്ങുന്ന ഓരോ അമ്മയുടെ മനസ്സിലും ഒരുപാട് സംശയങ്ങളും ടെൻഷനും ഉണ്ടാവും. ഈ വീഡിയോ ആ ഫസ്റ്റ് ഡേക്ക് മുന്നേ അമ്മമാർ അറിയേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നോക്കിയാലോ? സ്കൂൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ മറ്റ് അമ്മമാരുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും അതിൽ ചേരാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഈ ഗ്രൂപ്പിൽ സംശയങ്ങൾ പങ്കുവയ്ക്കാനും സ്കൂളിൻ്റെയും കുട്ടികളുടെയും അപ്ഡേറ്റ്സ് അറിയാനും ഒക്കെ സാധിക്കും. അതിലുപരി ഈ ഗ്രൂപ്പ്സ് വഴി നമുക്ക് മറ്റ് പേരൻസായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാം. സ്കൂൾ തുറന്നാലും പരസ്പരം സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഹെൽപ്പ് ചെയ്യും. കഴിയുമെങ്കിൽ ടീച്ചറുമായിട്ടൊരു മീറ്റിങ്ങിന് ട്രൈ ചെയ്യാം. ഇന്നത്തെ കാലത്ത് മീറ്റിങ്ങിന് സ്കൂളിൽ പോലും പോകേണ്ട കാര്യമില്ല, വീഡിയോ കോൾ തന്നെ ധാരാളം. ഇത് ടീച്ചർക്ക് കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനും കുട്ടിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാനും വളരെയധികം സഹായിക്കും. കുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഫേവററ്റ് ടോയ് എന്താണ്, കരയുമ്പോൾ എങ്ങനെ ആശ്വസിപ്പിക്കുന്നതാണ് ഇഷ്ടം, ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും, ഏത് റൈംസാണ് ഏറ്റവും ഇഷ്ടം, ഇനി എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അലർജീസ് ഉണ്ടോ, അങ്ങനെയെല്ലാം ഈ മീറ്റിംഗ് വഴി ടീച്ചറായിട്ട് ഷെയർ ചെയ്യാം. ഇതൊക്കെ ടീച്ചറോട് പറയുമ്പോൾ നമ്മൾ അമ്മമാർക്ക് ഒരു സമാധാനം. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കുട്ടിക്ക് സ്കൂളൊന്ന് കാണിച്ചു കൊടുക്കാം. ബുക്ക് വാങ്ങാനും യൂണിഫോം വാങ്ങാനും ഒക്കെ സ്കൂളിൽ പോവില്ലേ, അപ്പോൾ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോവുക. അവരുടെ ക്ലാസ് റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം. എവിടെ ഇരിക്കും, എവിടെ ബാഗ് വയ്ക്കും, കൈ കഴുകുന്ന എവിടെയാ, വാഷ്റൂം എവിടെയാ, കളിക്കാൻ പോകുന്ന എവിടെയാ, ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. നഴ്സറി ടീച്ചേഴ്സും ആൻറ്റിമാരും ഒക്കെ ഇതിനെ ഹെൽപ്പ് ചെയ്യും. എന്താ എങ്ങനെയാ ഇതൊന്നും അറിയാത്തതാണ് പേടിയുടെയും ടെൻഷൻ്റെയും മെയിൻ കാരണം. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിരുന്നാൽ തന്നെ കുട്ടി കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും സ്കൂളിൽ പോകുമ്പോൾ. ഇനി മെയിൻ കാര്യം പറയട്ടെ, നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കണം. ഇത് ഏതൊരു പേരൻറ്റിനും ആങ്സൈറ്റി ഉണ്ടാകുന്ന ഒരു സമയമാണ്. നമ്മുടെ കുട്ടി അവിടെ സേഫ് ആവോ, കരയോ, ഫുഡ് കഴിക്കുമോ, ടീച്ചർ വഴക്ക് പറയോ, എന്തെങ്കിലും അപകടം പറ്റുമോ, ടോയ്ലറ്റിൽ പോകാൻ തോന്നിയാൽ പറയുമോ, അങ്ങനെ ഒരു 100,000 സംശയങ്ങൾ നമ്മളെ ടെൻഷനാക്കും. ഇനി ആദ്യത്തെ കുട്ടി കൂടെയാണെങ്കിൽ പറയുകയും വേണ്ട, ഈ സ്കൂൾ നമുക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. പക്ഷേ ഇത് വളരെ നോർമലാണ്. ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേടിയും ടെൻഷനും കുട്ടികളെ കാണിക്കരുത്. ചെറിയ കുട്ടികൾ ഈ ലോകത്ത് അറിയുന്നത് എപ്പോഴും നമ്മൾ മാതാപിതാക്കളുടെ കണ്ണിലൂടെയാണ്. അവരൊരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ അവരാദ്യം അമ്മേനെയോ അച്ഛനെയോ നോക്കും. നമ്മൾ ഹാപ്പിയാണ്, കംഫർട്ടബിൾ ആണെന്ന് തോന്നിയാൽ കുഞ്ഞിന് തോന്നും ഓക്കെ ഇത് സേഫാണ്. പക്ഷെ കുഞ്ഞ് നമ്മളെ നോക്കുമ്പോൾ, പ്രത്യേകിച്ചും അമ്മയെ നോക്കുമ്പോൾ, അമ്മയ്ക്ക് പേടിയോ സങ്കടമോ ടെൻഷനോ ആണ് കുഞ്ഞ് കാണുന്നതെങ്കിൽ കുഞ്ഞും പേടിക്കാൻ തുടങ്ങും. സോ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ എക്സ്പ്രഷൻസ് വായിക്കാൻ പറ്റുന്ന എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു ഹാപ്പി ഡേ ആക്കാൻ ശ്രദ്ധിക്കുക. കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കാം. നാളത്തേക്കുള്ള ഡ്രസ്സും ബാഗും ഒക്കെ ഒരുമിച്ച് എടുത്ത് വയ്ക്കാം. പിന്നെ സ്കൂൾ തുറക്കുന്ന ദിവസം രാവിലെ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു പ്ലാൻ വേണം. എത്ര മണിക്ക് എണീക്കണം, ഏത് ഫുഡ് ഉണ്ടാക്കും, ഏത് ഫുഡ് കൊടുത്തുവിടും, നമ്മൾ ഏത് ഡ്രസ്സ് ഇടും, കുട്ടി എത്ര മണിക്ക് ഉണർത്താം, വീട്ടിൽ നിന്ന് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ഐഡിയ വേണം. കുഞ്ഞുണരും മുന്നേ നമ്മുടെ ജോലിയൊക്കെ തീർത്ത് വയ്ക്കാം. സോ കുഞ്ഞുണരുമ്പോൾ സമാധാനത്തോടെ അവൻ്റെ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പയ്യെ ചെയ്യിപ്പിക്കാൻ ടൈം കിട്ടും. പിന്നെ ഇതൊക്കെ അമ്മ തന്നെ ചെയ്യണമെന്നില്ല, അച്ഛനും ചെയ്യാം. ഒരു കാരണവശാലും രാവിലെ കുട്ടിയെ വഴക്ക് പറയാനോ ധൃതി വയ്ക്കാനോ പാടില്ല. ടൈം മാനേജ്മെൻറ്റും പ്ലാനിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും പേരൻസ്, പ്രത്യേകിച്ച് അമ്മമാർ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്, സെൽഫ് കെയർ. പേരൻസ് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരുന്ന വീട്ടിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. സോ നമുക്ക് പ്രത്യേകിച്ച് ഈ സമയത്ത് ഒന്ന് റിലാക്സ്ഡ് ആവാൻ മെഡിറ്റേഷനോ എക്സസൈസോ മോർണിംഗ് ഓർ ഈവനിങ് വാക്കോ പാട്ട് കേൾക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ ഡിയർ പേരൻസ്, കുഞ്ഞ് കരയുന്നതിനെ കുറിച്ചൊന്നും വിഷമിക്കേണ്ട. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് കരയുന്ന കുട്ടി കുറച്ച് ദിവസം കഴിയുമ്പോൾ ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് സ്കൂളിൽ പോകുന്നതും കാണാം. സോ എല്ലാ പേരൻസിനും ഗുഡ് ലക്ക്.
മറ്റൊരു ടിപ്പുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.